നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ വിദ്യാ സജീവ്. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇത്തവണത്തെ SSLC പരീക്ഷയിൽ ചേർപ്പ് മേഖലയിലെ വിവിധ സ്കൂളുകൾക്ക് 100% വിജയത്തിളക്കം. തൃശൂർ ജില്ലയിൽ കൂടുതൽ കുട്ടികൾ മുഴുവൻ A+ നേടിയ സ്കൂളുകളിൽ രണ്ടാം സ്ഥാനവുമായി ചേർപ്പ് CNN ഗേൾസ് സ്കൂൾ. മഴക്കാലം അടുത്തിട്ടും പൂർത്തിയാക്കാനാകാതെ ചേർപ്പ് കരുവന്നൂർ കമാൻ മുഖത്തെ ഷട്ടർ നിർമ്മാണം. ഇതിനിടെ പുഴവെള്ളം ഉയർന്നതോടെ ഇത്തവണയും മേഖലയിൽ നിലനിൽക്കുന്നത് കനത്ത വെള്ളക്കെട്ട് ഭീഷണി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ വിതരണം മുടങ്ങിയതായി പരാതി. രക്ഷിതാക്കളുടെ പരാതിയിൽ അടിയന്തര ഇടപെടലുമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്. വാർത്തകൾ വിശദമായി. ഇത്തവണത്തെ SSLC പരീക്ഷയിൽ ചേർപ്പ് മേഖലയിലെ വിവിധ സ്കൂളുകൾക്ക് 100% വിജയത്തിളക്കം. തൃശൂർ ജില്ലയിൽ കൂടുതൽ കുട്ടികൾ മുഴുവൻ A+ നേടിയ സ്കൂളുകളിൽ രണ്ടാം സ്ഥാനവുമായി ചേർപ്പ് CNN ഗേൾസ് സ്കൂൾ. 2025-26 അധ്യയന വർഷത്തെ SSLC പരീക്ഷയിൽ മികച്ച വിജയമാണ് ചേർപ്പ് CNN ഹൈസ്കൂൾ ഉൾപ്പെടെ വിവിധ സ്കൂളുകൾ നേടിയത്. ചേർപ്പ് CNN ഗേൾസ് ഹൈസ്കൂളിന് തുടർച്ചയായ 15ാം വർഷവും 100% വിജയ മുന്നേറ്റം. ഇത്തവണ പരീക്ഷ എഴുതിയ 252-ൽ 252 കുട്ടികളും വിജയിച്ചാണ് സ്കൂളിനെ അംഗീകാര നിറവിലെത്തിച്ചത്. പരീക്ഷ എഴുതിയ 252-ൽ 48 കുട്ടികളാണ് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയത്. ഇതോടെ കൂടുതൽ കുട്ടികൾ A+ നേടിയ സ്കൂളുകളിൽ തൃശൂർ ജില്ലയിൽ രണ്ടാം സ്ഥാനവുമായി മികച്ച നേട്ടമാണ് CNN ഗേൾസ് സ്കൂൾ സ്വന്തമാക്കിയത്. വിജയത്തിൽ എല്ലാ കുട്ടികൾക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കും പ്രധാന അധ്യാപകൻ EP ഉണ്ണികൃഷ്ണൻ മധുരം നൽകി അഭിനന്ദിച്ചു. CNN ഗേൾസ് ഹൈസ്കൂൾ ഈ വർഷവും മികച്ച വിജയമാണ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ കഴിഞ്ഞ വർഷം SSLC പരീക്ഷ എഴുതിയ 252 കുട്ടികളിൽ 252 പേരും പാസ്സായി എന്നുള്ളത് വളരെ അഭിമാനാർഹമായ വിജയമാണ്. കഴിഞ്ഞ വർഷം നമുക്കറിയാം, കഴിഞ്ഞ 10-12 വർഷമായിട്ട് CNN ഗേൾസ് ഹൈസ്കൂൾ 100% വിജയമുണ്ട്. ഈ വർഷവും 100% വിജയം കരസ്ഥമാക്കിയിട്ടുണ്ട്. മൊത്തം കേരളത്തിൽ A+ൻ്റെ എണ്ണം പകുതിയായി കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം കിട്ടിയ A+ ഇല്ലെങ്കിലും തൃശ്ശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ നമ്മൾ രണ്ടാം സ്ഥാനത്താണ്. 48 ഫുൾ A+ ഉണ്ട്. ചെറുപ്പ് സബ് ജില്ലയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ്. ഈ വിജയം നേടുന്ന എല്ലാ കുട്ടികളെയും അതുപോലെ തന്നെ അതിനു വേണ്ടി പരിശ്രമിച്ച മുഴുവൻ അധ്യാപകരെയും ഹാർദമായി അഭിനന്ദിക്കുന്നു. ചേർപ്പ് CNN ബോയ്സ് ഹൈസ്കൂളും 100% വിജയത്തിളക്കം നിലനിർത്തി. ഇത്തവണ പരീക്ഷ എഴുതിയ 285 കുട്ടികളും വിജയത്തേരിലേറി. 21 കുട്ടികളാണ് മുഴുവൻ A+ നേടിയത്. വിജയം നേടിയ മുഴുവൻ വിദ്യാർത്ഥികൾക്കൊപ്പം അധ്യാപകർ, അനധ്യാപകർ, രക്ഷിതാക്കൾ എന്നിവരെ പ്രധാന അധ്യാപിക രജനി അഭിനന്ദിച്ചു. ഈ അധ്യയന വർഷത്തിൽ 285 വിദ്യാർത്ഥികളാണ് SSLC പരീക്ഷ എഴുതിയത്. അതിൽ 285 പേരും വിജയിച്ച് 100% കൈവരിക്കാൻ നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചു. അതുപോലെ തന്നെ 21 ഫുൾ A+ നേടാനും നമ്മുടെ വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. വളരെ നല്ല മികച്ച വിജയം തന്നെയാണ് നമ്മുടെ വിദ്യാലയം ഈ വർഷം കൈവരിച്ചിട്ടുള്ളത്. അതിനായി പരിശ്രമിച്ച എല്ലാ അധ്യാപകരും, അനധ്യാപകരും, രക്ഷിതാക്കളും വിദ്യാർത്ഥികളും എല്ലാവരോടും ഈ അവസരത്തിൽ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു. ചേർപ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളും 100% വിജയം സ്വന്തമാക്കി. ഇത്തവണ പരീക്ഷ എഴുതിയ 54 കുട്ടികളെയും വിജയിപ്പിച്ചാണ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉപരിപഠനത്തിന് അർഹരാക്കിയത്. മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ KR നവമി കൃഷിക്ക് സ്കൂളിൽ പ്രത്യേകം അനുമോദനം ഒരുക്കിയിരുന്നു. ജില്ലാ പഞ്ചായത്ത് അംഗം CK വിനോദ്, PTA പ്രസിഡന്റ് MS അലക്സി, പ്രധാന അധ്യാപിക K ജില്ലി ജോസ്, MPTA പ്രസിഡന്റ് സജിത, SMC, OSA പ്രതിനിധികൾ, രക്ഷിതാക്കൾ, അധ്യാപകർ എന്നിവർ വിദ്യാർത്ഥികൾക്ക് മധുരം നൽകിയുള്ള അനുമോദന ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ വിദ്യാലയത്തിന് നമ്മൾ 100% 4ാം തവണയും ഈ വിദ്യാലയത്തിലേക്ക് നേടിത്തന്ന നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആദ്യമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അതുപോലെ ഇന്ന് ഫുള്ള് A+ നേടിയ നവമിക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ നേരുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഈ വിദ്യാലയം മറ്റു ഏതു ഒരു വിദ്യാലയത്തിനെ സംബന്ധിച്ച് എല്ലാ മേഖലകളിലും ഇന്ന് നമ്മളുടെ അക്കാദമിക നിലത്തിൽ പോലെ തന്നെ മറ്റു
കലാകായിക രംഗത്ത് എല്ലാ മേഖലകളിലും തിളക്കമാർന്ന വിജയം നേടിയിട്ടാണ് ഈ വിദ്യാലയം മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും ഈ വിജയത്തിൽ ഏറെ ഇതിന് മുൻകൈ നൽകിയ പ്രധാന അധ്യാപകരെയും അതുപോലെ തന്നെ PTA MPTA അംഗങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നല്ലൊരു ഭാവി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. തിളക്കമാർന്ന ഒരു വിജയം നമുക്ക് ഇന്ന് നേടിത്തന്ന ദിവസമാണ്. 25-26 അധ്യയന വർഷത്തെ SSLC റിസൾട്ട് വന്നു. എല്ലാ മക്കൾക്കും നല്ലൊരു വിജയം, അബവ് D+ എന്നുള്ള ഒരു വിജയം തന്നെ ഓരോരുത്തരും നേടിയിരിക്കുകയാണ്. ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവരോടുമുള്ള ഒരു നന്ദി ഈ അവസരത്തിൽ സമർപ്പിക്കുന്നു. ഫുൾ A+ കിട്ടിയതിന് സന്തോഷമുണ്ട്. സ്കൂളില് സപ്പോർട്ട് ഒരുപാടുള്ള കാരണമാണ് കിട്ടിയതെന്ന് എനിക്ക് തോന്നുന്നു. ടീച്ചേഴ്സൊക്കെ ആയാലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ക്ലാസ്സുകളൊക്കെ ആയാലും ഒരുപാട് എല്ലാവരും സപ്പോർട്ട് കാരണം തന്നെയാണ്. പിന്നെ വീട്ടിലായാലും എല്ലാം. അവണിശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളും ഇത്തവണത്തെ SSLC പരീക്ഷയിൽ 100% വിജയം നേടി. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിന് ഇത്തവണ ലഭിച്ചത് 99.05% വിജയമാണ്. പരീക്ഷ എഴുതിയ 222 കുട്ടികളിൽ 221 കുട്ടികളും വിജയം നേടി. ഇതിൽ 24 കുട്ടികൾക്കാണ് മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയത്. മഴക്കാലം അടുത്തിട്ടും പൂർത്തിയാക്കാനാകാതെ ചേർപ്പ് കരുവന്നൂർ കമാൻ മുഖത്തെ ഷട്ടർ നിർമ്മാണം. ഇതിനിടെ പുഴവെള്ളം ഉയർന്നതോടെ ഇത്തവണയും മേഖലയിൽ നിലനിൽക്കുന്നത് കനത്ത വെള്ളക്കെട്ട് ഭീഷണി. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതി അംഗങ്ങൾ കരുവന്നൂർ കമാൻഡ് മുഖത്തെ ഷട്ടർ നിർമ്മാണ സ്ഥലം സന്ദർശിച്ചു. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാൻ ജില്ലാ കളക്ടറെ സമീപിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പറഞ്ഞു. കഴിഞ്ഞ കൊല്ലം ഈ പ്രദേശത്ത് വ്യാപകമായിട്ട് വെള്ളം കയറിയതിൻ്റെ അടിസ്ഥാനത്തിൽ ചേർപ്പ് പഞ്ചായത്തിൻ്റെ ബഡ്ജറ്റിൽ 2 ലക്ഷം രൂപ നമ്മളിതിൻ്റെ ചണ്ടി വലിക്കുന്നതിന് ഭാഗമായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നോക്കുന്നതിന് വേണ്ടിയിട്ട് കൃഷി ഡിപ്പാർട്ട്മെൻറ്റിലെ ഈ അടക്കം അതിൻ്റെ ഏത് സംവിധാനത്തിലാണ് ചെയ്യാൻ പറ്റുക അതിനെക്കുറിച്ച് നോക്കുന്നതിനും എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന് വന്നപ്പോൾ കമാൻഡ് മുഖത്ത് വന്നപ്പോൾ കഴിഞ്ഞ തവണ അനുവദിച്ച വർക്ക് ഇതുവരും അവർ പൂർത്തിയാക്കിയിട്ടില്ല, മേജർ ഇറിഗേഷൻ. അതിനുശേഷം മേജർ ഇറിഗേഷൻ്റെ ആയിട്ടും ആയിട്ടും ബന്ധപ്പെട്ടപ്പോൾ അവരത് വർക്ക് എത്രയും പെട്ടെന്ന് കഴിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇനി ദിവസങ്ങളില്ല. ഇന്ന് വരെ ചേർപ്പിൽ മഴ പെയ്തിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചേർപ്പിൽ സുലഭമായിട്ടുള്ള മഴയുണ്ട്. ഇപ്പോൾ അത് അടിയന്തരമായിട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പ്രദേശത്ത് കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ദുരിതത്തിലാവും. അത് പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ബന്ധപ്പെട്ട് ബഹുമാനിയെ കളക്ടറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ കളക്ടർ നാളെ കാണാമെന്ന് സമയം തരാമെന്ന് പറഞ്ഞു. ഇന്ന് കളക്ടർ സ്ഥലത്തില്ല, തിരുവനന്തപുരത്താണെന്നാണ് പറഞ്ഞത്. നാളെ കാലത്ത് കളക്ടർ കാണാൻ സമയം തരാമെന്ന് പറഞ്ഞു. അടിയന്തരമായി ഇത് ഭരണകൂടം, ജില്ലാ ഭരണകൂടം ഗവൺമെൻറ് ഇടപെട്ടില്ലെങ്കിൽ ഈ പ്രദേശം കഴിഞ്ഞ തവണ തന്നെ നമ്മൾ ഒരു 2 മാസത്തോളം ഈ പ്രദേശത്തെ 2 സ്കൂളുകൾ അടച്ചിട്ടിട്ട് വന്നിട്ട് അവിടെ ക്യാമ്പ് നടത്തേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ഡിസംബർ 27 കയറി ഭരണസമിതി അതിന് ശേഷം തന്നെ അന്നത്തെ കളക്ടറായിട്ട് ബന്ധപ്പെടുകയും ചെയ്യും. KLDCയോടും മേജർ ഇറിഗേഷൻ മൈനർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റുകളോടും ഇവിടെ ഇടപെടണമെന്നും ഇവിടുത്തെ ചണ്ടി പൂർണ്ണമായിട്ട് നീക്കം ചെയ്യുകയും അതുപോലെ തന്നെ കണ്ടമാനം ചെളി ഈ ഇതിലുണ്ട്, പുഴയിലുണ്ട്. ആ ഇത് മാറ്റിയിട്ട് ചണ്ടി ചെളിയടക്കം മാറ്റിയിട്ട് ദാടം കൂട്ടി വെള്ളത്തിന് സുഗമമായ ഒഴുക്കിന് വേണ്ടിയിട്ട്. കരുവന്നൂർ കമാൻഡ് മുഖത്ത് ഹെർബർട്ട് കനാലിന് കുറുകെയായുള്ള ഷട്ടർ നിർമ്മാണം തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായിട്ടും നിർമ്മാണം പാതി വഴിയിലാണ്. ഇതിനിടെ മേഖലയിൽ ഏതാനും ദിവസമായി മഴയും ലഭിക്കുന്ന സാഹചര്യവും നിലനിൽക്കുകയാണ്. കരുവന്നൂർ പുഴയിൽ വെള്ളം ഉയർന്നതോടെ ആശങ്കയിലായിരിക്കുകയാണ് ജനങ്ങൾ. ഷട്ടർ ഇല്ലാത്തത് മൂലമുണ്ടാകുന്ന വെള്ളക്കെട്ട് വർഷം തോറും ആയിരക്കണക്കിന് ആളുകൾക്കാണ് ദുരിതമുണ്ടാക്കുന്നത്. മുൻപ് കമാൻഡ് മുഖത്ത് പുഴവെള്ളം നിയന്ത്രിക്കാൻ സ്ഥാപിച്ചിരുന്ന സ്ലൂയിസ് 2024 ജൂലൈ 31 തകർന്നിരുന്നു. ഹെർബർട്ട് കനാലിൽ കല്ലും കോൺക്രീറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചതായിരുന്നു പഴയ സ്ലൂയിസ്. പിന്നീട് 10 ലക്ഷം രൂപ ചിലവഴിച്ച് നിർമ്മിച്ച താൽക്കാലിക തടയണയും തകർന്നിരുന്നു. ഇതേ തുടർന്നാണ് 46 ലക്ഷം രൂപ ചിലവഴിച്ചുള്ള ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമർ ഷട്ടർ നിർമ്മാണം തുടങ്ങിയത്. ആനക്കടവ് പാലത്തിനോട് ചേർന്നാണ് ഷട്ടർ നിർമ്മിക്കുന്നത്. പഴക്കമുള്ള പാലത്തിനോട് ചേർന്നുള്ള ഷട്ടർ നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. ചേർപ്പ്, ചാടൂർ, താന്യം, പാർളം, വല്ലച്ചിറ എന്നീ 5 പഞ്ചായത്തുകളിലായി 3000-ഓളം കുടുംബങ്ങൾ നേരിട്ടും ആയിരക്കണക്കിന് പേർ പരോക്ഷമായും വെള്ളക്കെട്ടിന്റെ ദുരിതം അനുഭവിക്കുന്നവരാണ്. ഇതോടൊപ്പം മേഖലയിൽ വലിയ തോതിലുള്ള കൃഷിനാശത്തിനും വെള്ളക്കെട്ട് ഭീഷണിയാകുന്നുണ്ട്. മുൻപ് താൽക്കാലിക തടയണ തകർന്നപ്പോൾ സ്ഥലം സന്ദർശിച്ച കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി
ഷട്ടർ നിർമ്മാണത്തിന് ആവശ്യമായ പണം നൽകാമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അക്കാര്യത്തിൽ നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധവുമുള്ളതായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് പറഞ്ഞു. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ വിതരണം മുടങ്ങിയതായി പരാതി. രക്ഷിതാക്കളുടെ പരാതിയിൽ അടിയന്തര ഇടപെടലുമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ സംയോജിത ശിശുവികസന പദ്ധതി ഓഫീസിന് കീഴിൽ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് ലഭിച്ചിരുന്ന വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം മുടങ്ങിയതാണ് രക്ഷിതാക്കളുടെ പരാതിക്ക് ഇടയാക്കിയത്. വിദ്യാഭ്യാസ സാമ്പത്തിക സഹായം മുടങ്ങിയതോടെ ഇക്കാര്യം അന്വേഷിക്കാൻ ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ കഴിഞ്ഞ ദിവസം ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ICDS ഓഫീസിലേക്ക് എത്തുകയായിരുന്നു. ഭിന്നശേഷി കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ വിതരണത്തിലെ അപാകതയ്ക്ക് പരിഹാര മാർഗം തേടി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജിനൊപ്പം പൊതുപ്രവർത്തകരായ MN ഉണ്ണികൃഷ്ണൻ, ഷനിൽ പെരുവനം, ഭിന്നശേഷി രക്ഷിതാവ് ശില്പ എന്നിവരാണ് ICDS ഓഫീസിലെത്തിയത്. തുടർന്ന് ഭിന്നശേഷി കുട്ടികളുടെ വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ വിതരണത്തിലുണ്ടായ അപാകതകൾ ഇവർ ഉദ്യോഗസ്ഥരിൽ നിന്ന് ചോദിച്ചറിഞ്ഞു. ഇതോടെ അപാകതകൾ പരിഹരിച്ച് വിദ്യാഭ്യാസ സാമ്പത്തിക സഹായ വിതരണം തുടരാൻ ആവശ്യമായ നടപടികൾ ഉദ്യോഗസ്ഥർ വേഗത്തിലാക്കി. നമ്മളിന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത് നമ്മളെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കിട്ടിയിട്ടില്ല. വർഷത്തിൽ 28,500 കിട്ടുന്ന സ്കോളർഷിപ്പ് തുക കിട്ടിയിട്ടില്ല. മിനിമം കിട്ടിയവരുണ്ട്, കിട്ടാത്തവരുണ്ട്. പക്ഷേ ഫുള്ളായിട്ട് ആർക്കും കിട്ടിയിട്ടില്ല. അതെന്താണ്, എങ്ങനെയാണ് നമുക്ക് ലെഫ്റ്റായി പോയതെന്ന് അറിയാനാണ് നമ്മളിന്നിവിടെ വന്നിട്ടുള്ളത്. പിന്നെ ഓരോ അമ്മമാർക്കും കുട്ടികളെ കൊണ്ട് ജോലി എടുക്കാൻ പറ്റില്ല, ജോലിക്ക് പോകാൻ പറ്റാത്ത അമ്മമാരുണ്ട്. അതേപോലെ അമ്മമാരില്ലാത്ത കുട്ടികളുണ്ട്. അച്ഛന്മാരാണ് കുട്ടികളെ നോക്കുന്നത്. കാരണം അച്ഛന്മാർക്ക് തന്നെ ജോലിക്ക് പോകാൻ പറ്റണില്ല. അത് നമ്മളെ കുട്ടികൾക്ക് കിട്ടേണ്ട ഇത് നമുക്ക് കിട്ടണം. അതാണ് നമ്മൾ ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഭിന്നശേഷി കുട്ടികൾ, പ്രത്യേകിച്ച് ഓട്ടിസം പോലുള്ള മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളുടെ മാതാപിതാക്കൾ അവർ വലിയൊരു ചാലഞ്ചിങ് ആണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കൃത്യമായിട്ടുള്ള ജോലി അതുപോലെയുള്ള കാര്യങ്ങളിലൊന്നും കൃത്യതയോടെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഈ കുട്ടികളെ നോക്കുന്ന ബുദ്ധിമുട്ടുണ്ട്. അവരെ പരിപാലിക്കുന്നതിനും അവരുടെ വിദ്യാഭ്യാസം ത്വരിതപ്പെടുത്തുന്നതിനും വേണ്ടി സർക്കാർ ഒപ്പം നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഞങ്ങൾക്ക് പലർക്കും കിട്ടേണ്ട അർഹമായ സാമ്പത്തിക സഹായം ലഭിച്ചില്ല. അതുകൊണ്ട് തന്നെ വളരെ സാമ്പത്തിക ബുദ്ധിമുട്ടിലും ആണ് പല രക്ഷിതാക്കളുടെയും അവസ്ഥ വളരെ മോശമാണ്. ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്ന് കരകയറുന്നതിന് വേണ്ടി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അവരുടെ ജോലികൾ ത്വരിതപ്പെടുത്തി ബന്ധപ്പെട്ട ആളുകളെ ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ഈ വിദ്യാർത്ഥികൾക്ക് നൽകി വരുന്ന സാമ്പത്തിക സഹായം പുനഃസ്ഥാപിച്ച് നൽകണമെന്ന് ഞങ്ങൾ അവരോട് ആവശ്യപ്പെടുകയാണ്. ഡെന്റൽ ചികിത്സയിൽ മികവാർന്ന സേവനവുമായി ഡോക്ടർ അമൃതാസ് ആരോമ ഡെന്റൽ ക്ലിനിക് കരുവന്നൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ആറാട്ടുപുഴ കവാടത്തിന് സമീപമാണ് ഡോക്ടർ അമൃതാസ് ആരോമ ഡെന്റൽ ക്ലിനിക് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ 9:30 നടന്ന ചടങ്ങിൽ നടൻ ഗോപിനാഥ് രാമൻ ഡോക്ടർ അമൃതാസ് ആരോമ ഡെന്റൽ ക്ലിനിക്കിന്റെ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു. ഡെന്റൽ ചികിത്സയിൽ മികച്ച സേവനമാണ് ഡോക്ടർ അമൃതാസ് ആരോമ ഡെന്റൽ ക്ലിനിക് നൽകുന്നത്. വേദനയും പഴുപ്പും വന്ന പല്ലുകൾ പറിച്ചു കളയാതെ നിലനിർത്തുന്ന റൂട്ട് കനാൽ ചികിത്സ, നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പുള്ളതും ഊരി എടുക്കേണ്ടതുമായ പല്ലുകൾ ഘടിപ്പിക്കുന്ന ചികിത്സാ രീതിയായ ഡെന്ററസ്, പല്ലുകളുടെ നിറം, സൗന്ദര്യം, ആകൃതി എന്നിവ മെച്ചപ്പെടുത്താൻ മുന്നിലെ പല്ലുകളിൽ ഒട്ടിക്കുന്ന പോർസലിൻ കോമ്പോസിറ്റ് ഷീൽഡുകൾ, നിറം മങ്ങിയ പല്ലുകളെ ബ്ലീച്ച് ചെയ്ത് വെളുപ്പിക്കുന്ന ചികിത്സാ രീതിയായ ടീത്ത് വൈറ്റനിങ്, നിര തെറ്റിയതും ഉന്തിയതുമായ പല്ലുകൾ കമ്പിയിടാതെ ശരിയാക്കുന്ന ചികിത്സാ രീതിയായ ഡെന്റൽ അലൈനറുകൾ, നിങ്ങളുടെ ചിരിക്ക് അഴക് കൂടുവാനുള്ള ആധുനിക ചികിത്സാ രീതിയായ സ്മൈൽ ഡിസൈനിങ്, കൂടാതെ നിര തെറ്റിയതും ഉന്തിയതുമായ പല്ലുകളെ കമ്പിയിട്ട് ശരിയാക്കുന്ന ഓർത്തോഡോണ്ടിക്സ് ചികിത്സ, ചിരിക്ക് അഴക് കൂട്ടാൻ ജുവലുകൾ പല്ലുകളിൽ ഘടിപ്പിക്കുന്ന ടൂത്ത് ജുവൽ ചികിത്സ, കുട്ടികളിലെ താടി വളർച്ചയും പല്ലുകളുടെ സ്ഥാനവും ഉപയോഗിക്കുന്ന മയോ ഫങ്ഷണൽ ഉപകരണം, വായുനാറ്റം, മോണരോഗം എന്നിവയ്ക്കുള്ള ആധുനിക ചികിത്സ, ഗം ഡിസീസ് തെറാപ്പി, കൊഴിഞ്ഞുപോയ പല്ലുകൾക്ക് പകരം പല്ലുകൾ താടിയെല്ലുകളോട് ഘടിപ്പിക്കുന്ന ആധുനിക ചികിത്സാ രീതിയായ ഡെന്റൽ ഇംപ്ലാന്റുകൾ, നഷ്ടപ്പെട്ട പല്ലുകൾക്ക് പകരം ഉറപ്പിച്ച് പല്ലുകൾ വയ്ക്കുന്ന ചികിത്സാ രീതിയായ
ക്രൗൺ ആൻഡ് ബ്രിഡ്ജ് എന്നിവയും ഡോക്ടർ അമൃതാസ് ആരോമ ഡെന്റൽ ക്ലിനിക് നൽകുന്ന സേവനങ്ങളാണ്. റെസിഡന്റ് ഡെന്റൽ സർജനായ ഡോക്ടർ അമൃത ബിബിൻ BDS കൂടാതെ കൺസൾട്ടന്റ് ഓർത്തോഡോണ്ടിസ്റ്റ് ഡോക്ടർ നോയൽ ജഷീൻ MDS, കൺസൾട്ടന്റ് ഓറൽ ആൻഡ് മാക്സിലോഫേഷ്യൽ സർജൻ ഡോക്ടർ നിപുൻ MDS, കൺസൾട്ടന്റ് പെഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ ആൻഡോ ജോർജ് MDS, കൺസൾട്ടന്റ് പെരിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ കാതറിൻ ജേക്കബ് MDS, കൺസൾട്ടന്റ് എൻഡോഡോണ്ടിസ്റ്റ് ഡോക്ടർ മെൽജോ ജോസഫ് MDS, കൺസൾട്ടന്റ് പ്രോസ്തോഡോണ്ടിസ്റ്റ് ഡോക്ടർ KT റോബിൻസൺ MDS തുടങ്ങിയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനമാണ് ക്ലിനിക്കിൽ ലഭിക്കുക. ക്ലിനിക്കിൽ ഡിജിറ്റൽ ഡെന്റൽ എക്സ്റേയും ലഭ്യമാണ്. തിങ്കൾ മുതൽ ശനി ഉൾപ്പെടെയുള്ള ദിവസങ്ങളിൽ രാവിലെ 9:30 മുതൽ ഉച്ചയ്ക്ക് 1:30 വരെയും ഉച്ചയ്ക്ക് 2:30 മുതൽ വൈകിട്ട് 7 മണി വരെയുമാണ് ക്ലിനിക്കിൻ്റെ പ്രവർത്തന സമയം. ഞായറാഴ്ചകളിൽ മുൻകൂട്ടി ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ഡോക്ടർമാരുടെ സേവനം ലഭിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995045484. മണലി മടവാക്കര റോഡിൽ പട്ടാപ്പകൽ പെൺകുട്ടിക്ക് നേരെ യുവാവിന്റെ അതിക്രമം. മണലി പുഴയിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. വ്യാഴാഴ്ച ഉച്ചതിരിഞ്ഞ് 4:00-ഓടെയാണ് സംഭവം. ദേശീയപാത മണലി പാലത്തിന് സമീപം മടവാക്കരയിലേക്ക് നടന്നുപോയിരുന്ന പെൺകുട്ടിയെ അപരിചിതനായ യുവാവ് കടന്നു പിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു. വായ് പൊത്തിപ്പിടിച്ച് പൊന്തക്കാട്ടിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നതിനിടെ പ്രതിയുടെ കയ്യിൽ കടിച്ച് പെൺകുട്ടി ഒച്ചവെക്കുകയായിരുന്നു. കുതറിയോടിയ പെൺകുട്ടി തൊട്ടടുത്ത ചായക്കടയിലേക്കാണ് ഓടിയെത്തിയത്. ചായക്കടയിലെ സ്ത്രീ തൊഴിലാളികൾ അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടിയതോടെ രക്ഷപ്പെടാനായി പ്രതി മണലിപ്പുഴയിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ഉടൻ തന്നെ പാലിയക്കര സ്വദേശിയായ കുമാറാണ് പുഴയിലേക്ക് ചാടി പ്രതിയെ പിടികൂടിയത്. തുടർന്ന് പ്രതിയെ ഈ വഴിയെത്തിയ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് സംഘത്തിന് കൈമാറുകയായിരുന്നു. ഞാൻ ആ വഴിയിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് വരുമ്പോൾ ആ പെൺകുട്ടി ബൈക്കിന്റെ ഫ്രണ്ടിൽ കൈ കാണിച്ചിട്ട് ചേട്ടാ ഒരു ചെക്കൻ എന്നെ ഉപദ്രവിക്കാനായിട്ട് ഓടി വന്ന് പിടിക്കായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, വണ്ടി അപ്പനെ തിരിച്ചു പോയിട്ട് ആ ചെക്കൻ അപ്പോഴേക്കും അങ്ങോട്ട് ഓടി. എന്നിട്ട് ഞാൻ നേരെ വേഗം കയറി പോയപ്പോൾ അവൻ ആ മണലി പാലത്തിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് ചാടി. എന്നിട്ട് ഞാനും വേറെ 2 ചേട്ടന്മാരെ വിളിച്ചിട്ട് ഞങ്ങൾ ആദ്യം ചാടാൻ നോക്കി, പറ്റിയില്ല. അപ്പോഴേക്കും വെള്ളത്തിൽ ചാടി. എന്നിട്ട് ഞങ്ങൾ അപ്പുറത്ത് പറമ്പ് കൂടി കടന്നിട്ട് അവനെ പിടിച്ച് കൊണ്ടുവന്ന് സാർമാരെ അടുത്ത് ഏൽപ്പിച്ചു. പോലീസുകാരുണ്ടായില്ല. RDO മറ്റേ വെഹിക്കിൾ സാർമാർ അവർ റണ്ണിങ്ങിൽ വരുമായിരുന്നു. ഞങ്ങൾ അവരെ വൈകിട്ട് കൈ കാണിച്ച് അവരെ അടുത്ത് ഞങ്ങൾ ഏൽപ്പിച്ചു. പിന്നീട് പ്രതിയെ പുതുക്കാട് പോലീസ് സ്ഥലത്തെത്തി കസ്റ്റഡിയിലെടുത്തു. ഇയാൾ കർണാടക സ്വദേശിയാണെന്നും മാനസിക വിഭ്രാന്തി ഉള്ളതുപോലെയാണ് പ്രതിയുടെ പെരുമാറ്റമെന്നും പോലീസ് പറഞ്ഞു. പ്രതിയെ പോലീസ് കൂടുതൽ ചോദ്യം ചെയ്തു വരികയാണ്. വലപ്പാട് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വൻ ഹാൻഡ് ശേഖരം പിടികൂടി. തൃശൂർ എക്സൈസ് ഇന്റലിജൻസിന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വാടാനപ്പള്ളി റേഞ്ചുമായി ചേർന്നുള്ള പരിശോധനയിലാണ് 40 ചാക്കുകളിലായി 600 കിലോ ഹാൻഡ്സ് പിടികൂടിയത്. വലപ്പാട് സ്വദേശി വലിയകത്ത് ദിലീപിന്റെ വീട്ടിൽ നിന്നാണ് വൻ ഹാൻഡ്സ് ശേഖരം പിടികൂടിയത്. എക്സൈസ് ഇന്റലിജൻസ് ഇൻസ്പെക്ടർ N. സന്തോഷ്, വാടാനപ്പള്ളി റേഞ്ച് അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ AS. പ്രമോദ്, VM. ജബ്ബാർ, PV. ബെന്നി, KV. ജീസ്മോൻ, MR. നെൽസൺ, KN. സുരേഷ്, CK. ബാബു, S. അഫ്സൽ എന്നിവരാണ് ഹാൻഡ്സ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. ദേശീയപാത 66 മതിലകം മതിൽ മൂലയിൽ നിയന്ത്രണം വിട്ട കാർ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ ആർക്കും പരിക്കില്ല. മതിൽമൂലയിൽ പ്രവർത്തിക്കുന്ന വെറൈറ്റി ഷോപ്പിംഗ് സെന്റർ, KMR കാർ വാഷ് എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് കാർ ഇടിച്ചു കയറിയത്. 2 സ്ഥാപനങ്ങൾക്കും നാശനഷ്ടമുണ്ടായിട്ടുണ്ട്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്ന് പറയുന്നു. പൊന്നാനിയിൽ നിന്ന് കന്യാകുമാരിയിൽ പോയി തിരികെ വന്നിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്നവർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. വെറൈറ്റി ഷോപ്പിന്റെ മുൻവശത്ത് വെച്ചിരുന്ന ഭരണി, കലങ്ങൾ ഉൾപ്പെടെയുള്ള വിൽപ്പന സാധനങ്ങളും കടയുടെ ഷട്ടർ, കടയ്ക്കുള്ളിലെ ഗ്ലാസുകളും മറ്റ് സാധനങ്ങളും തകർന്നിട്ടുണ്ട്. കാർ വാഷിന്റെ ബോർഡുകളും ഷീറ്റും നശിച്ചിട്ടുണ്ട്. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ ഇടിമിന്നലേറ്റ വീട് തകർന്നു. പുല്ലൂറ്റ് കോഴിക്കട 16-ാം കോളനിയിൽ വെളുത്തേടത്ത് കാട്ടിൽ സലാമിന്റെ വീടാണ് തകർന്നത്. കഴിഞ്ഞ ദിവസമുണ്ടായ ഇടിമിന്നലിൽ വീടിന് വിള്ളൽ സംഭവിച്ചിരുന്നു. ഇന്ന് രാവിലെ മേൽക്കൂര, ഭിത്തി ഉൾപ്പെടെ തകർന്നു വീഴുകയായിരുന്നു. സംഭവ സമയത്ത് സലാമും കുടുംബവും വീട്ടിനുള്ളിൽ ഉണ്ടായെങ്കിലും ശബ്ദം കേട്ട് പുറത്തേക്ക് ഇറങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഭാര്യയും വിദ്യാർത്ഥികളായ 2 മക്കളും അടങ്ങുന്നതാണ് കൂലിപ്പണിക്കാരനായ സലാമിന്റെ കുടുംബം. കൊടുങ്ങല്ലൂരിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലെ ഇരിപ്പിടം നിലം പതിച്ചു.
പടിഞ്ഞാറേ നടയിൽ PWD റെസ്റ്റ് ഹൌസിന് മുൻവശമുള്ള ബസ് സ്റ്റോപ്പിലെ ഇരിപ്പിടമാണ് ഇളകി വീണത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ നിർമ്മിച്ച ഇരിപ്പിടത്തിന്റെ ഒരു ഭാഗത്തെ വെൽഡിംഗ് നേരത്തെ അടർന്നിരുന്നു. നാട്ടുകാർ പലരും ഇക്കാര്യം ജനപ്രതിനിധികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും നടപടിയുണ്ടായില്ല. ഇപ്പോൾ ഇരിപ്പിടം പൂർണ്ണമായും വേർപെട്ട് വീണ അവസ്ഥയിലാണുള്ളത്. ദിനംപ്രതി നൂറുകണക്കിന് ആളുകൾ ഉപയോഗിക്കുന്ന ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ ഇപ്പോൾ ഇരിക്കാനിടമില്ലാത്ത അവസ്ഥയാണ്. മുൻപ് നാട്ടുകാർക്ക് ഇരിക്കാൻ കഴിയാത്ത വിധം ഉരുളൻ പൈപ്പ് കൊണ്ട് തയ്യാറാക്കിയ ഇരിപ്പിടം സാമൂഹ്യ പ്രവർത്തകരുടെ ഇടപെടലിലൂടെയാണ് മാറ്റിസ്ഥാപിച്ചത്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. ഗ്രാമിന് 14,475 രൂപ, പവന് 1,15,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. ഇത്തവണത്തെ SSLC പരീക്ഷയിൽ ചേർപ്പ് മേഖലയിലെ വിവിധ സ്കൂളുകൾക്ക് 100% വിജയത്തിളക്കം. തൃശൂർ ജില്ലയിൽ കൂടുതൽ കുട്ടികൾ മുഴുവൻ A+ നേടിയ സ്കൂളുകളിൽ 2ാം സ്ഥാനവുമായി ചേർപ്പ് CNN ഗേൾസ് സ്കൂൾ. മഴക്കാലം അടുത്തിട്ടും പൂർത്തിയാക്കാനാകാതെ ചേർപ്പ് കരുവന്നൂർ കമാൻ മുഖത്തെ ഷട്ടർ നിർമ്മാണം. ഇതിനിടെ പുഴവെള്ളം ഉയർന്നതോടെ ഇത്തവണയും മേഖലയിൽ നിലനിൽക്കുന്നത് കനത്ത വെള്ളക്കെട്ട് ഭീഷണി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായ വിതരണം മുടങ്ങിയതായി പരാതി. രക്ഷിതാക്കളുടെ പരാതിയിൽ അടിയന്തര ഇടപെടലുമായി ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ്. ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.